ഹായ് മാം. ഹായ് സർ. നമുക്കെന്നാ മേളിലോട്ട് പോയാലോ? പോവാം. വരൂ വരൂ. കയറി വരീ സാർ. ഇതാട്ടോ നമ്മുടെ ഹോസ്റ്റല്. അപ്പൊ ഇവിടെ വൈകിട്ട് 6 മണിക്ക് തന്നെ തിരിച്ചു കയറേണ്ടി വരുമോ? അകത്തോട്ട് കയറ്റിയാൽ പിന്നെ നമ്മൾ പുറത്തോട്ട് വിടുന്നില്ലല്ലോ മാഡം. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? അങ്ങനെ തോന്നിയോ? ഒരു മിനിറ്റ്. വാ, ഒരു വീഡിയോ കാണിക്കാം. ഇത് LK സാറല്ലേ? അതെ, ലിജീഷ് കുമാർ സാറ്. LK സാർക്ക് ഭയങ്കര കമ്പനി അല്ലേ? സൈലെന്ന് പറഞ്ഞാൽ തന്നെ കമ്പനി. ഹായ്, സുഖമല്ലേ? ഹായ്, ഹായ്. തിരുവനന്തപുരത്ത് നിന്നല്ലേ? ഞാൻ മാത്രമല്ല, ഇവിടെ എല്ലാവരും നിങ്ങളെ സ്നേഹിച്ച് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. നിങ്ങളുടെ മെന്റർമാരും വാർഡന്മാരും എല്ലാവരും പൊന്നുപോലെ നോക്കും നിങ്ങളെ. അല്ല സാറേ, ഇങ്ങനെ കളിച്ചിരിച്ച് പഠിപ്പിച്ച പിള്ളേർ തലേക്കറിയൊന്നും മുടി കിട്ടൂലേ? കുറച്ച് പേടിയൊക്കെ ഉണ്ടെങ്കിലല്ലേ പഠിക്കുള്ളൂ. നമ്മൾ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഒരു വലിയ കുഴപ്പം അതെപ്പോഴും ആളുകളിൽ ഒരുപാട് ട്രോമകൾ ഇങ്ങനെ ബാക്കി വെക്കുന്നതാണ്. സൈലം വന്നതിന് ശേഷം ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ട്രോമകളൊന്നും ഇല്ലാതെ ആളുകളുടെ ഇറങ്ങിപ്പോകണം. അതുകൊണ്ട് സ്നേഹിച്ച് തന്നെ പഠിപ്പിക്കണം നമ്മുടെ കുട്ടികളെ. പോട്ടെ. നല്ല സ്നേഹമുള്ള സാറല്ലേ? ആ, എനിക്ക് എൻ്റെ ജീവൻ സ്നേഹ പോളിസി ഓർമ്മ വന്നത്. ബ്രില്യൻറ്റ്. ബ്രില്യൻ്റ് അല്ല അച്ഛാ, അതുക്കും മേലെ. ദിവി ഇപ്പൊ ഹാപ്പി അല്ലേ? നിങ്ങളോ? അതെ, മെൻറ്ററും കൊള്ളാം. നീ അതിൻ്റെ അടുത്ത് പോയിട്ട് ഇൻഷുറൻസ് പോളിസിയുടെ കാര്യം പറയാനല്ലേ? ഞാൻ ഇൻഷുറൻസ് പോളിസി ഒന്നും പറയില്ല, പക്ഷെ ഫുഡിൻ്റെ ഞാൻ ചോദിക്കും. ഇവിടെ വെള്ളമാണല്ലോ? വെള്ളമൊക്കെ ഓക്കെയാണ് സാർ. ആഹാ, ഫുഡ് പണ്ട് കോളേജ് കാറ്റയിൽ സാമ്പാറിന് വെള്ളം കൂടി പോയിട്ട് സമറിഞ്ഞിട്ടുള്ളവനാണ് ഞാൻ. അതിന് അച്ഛനെപ്പോഴാ കോളേജിൽ പോയി? മെഡിക്കൽ കോളേജിൽ നിന്റെ അച്ഛൻ കിടന്നില്ലേ? ഫുഡൊക്കെ ഓക്കെയാണ് സാർ. നമ്മുടെ സൈലത്തിലെ ടീച്ചേഴ്സും സ്റ്റാഫും സ്റ്റുഡൻസും മെന്റേഴ്സും എല്ലാവരും കഴിക്കുന്ന ഒരേ ഫുഡ് തന്നെയാണ്. കേരളത്തിലെ അങ്ങ് മുതൽ ഇങ്ങ് വരെയുള്ള ജില്ലയിലെ എല്ലാ ആൾക്കാരും നമ്മുടെ സൈലത്തിലുണ്ട്. അവർക്കൊന്നും കുഴപ്പമില്ല ഇതുവരെ. അപ്പൊ നിങ്ങൾ പേടിക്കണ്ടല്ലോ. അപ്പൊ ഇതാണോ നേരത്തെ പറഞ്ഞ ഹൈബ്രിഡ് ലേണിംഗ്? അതിലേക്ക് നമുക്ക് പോവാം സാർ. അതിനു മുമ്പ് നമുക്ക് റൂം ഒന്ന് കാണാം.